നിങ്ങളുടെ വയറിൻ്റെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പിത്താശയത്തിൽ കല്ലുണ്ട് അഥവാ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടെന്ന് റിപ്പോർട്ട് വന്നു. ഇതിനുടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യണോ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഓപ്പറേഷൻ ആവശ്യമായി വരുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഗോൾ ബ്ലാഡർ അഥവാ പിത്താശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് കരളിൻ്റെ അടിയിൽ വരുന്ന ഒരു ചെറിയൊരു സഞ്ചിയാണ്. നോർമലി നമ്മളുടെ ലിവർ പിത്തരസം അഥവാ ബൈൽ എന്ന് പറയുന്ന ഒരു ഡൈജഷന് സഹായിക്കുന്ന ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ് ഉണ്ടാക്കുന്നു. ഈ ബൈൽ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഗോൾ ബ്ലാഡറിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കൊഴുപ്പുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഗോൾ ബ്ലാഡർ കോൺട്രാക്ട് ചെയ്തിട്ട് ബൈൽ ജ്യൂസ് ചെറുകുടലിലെത്തുന്നു. എന്നിട്ട് അത് ആ ഫുഡിൻ്റെ ഡൈജഷന് സഹായിക്കുന്നു. നമ്മളിപ്പോൾ ബൈൽ ജ്യൂസ് എടുത്തു നോക്കിയാൽ ഇതിൽ കൊളസ്ട്രോള്, ബിലിറൂബിൻ അങ്ങനെ പറയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ്, അഥവാ ഒരു ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണ് ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഒരു ഗോൾ സ്റ്റോൺ ആയിട്ട് മാറുന്നത്, അഥവാ പിത്താശയത്തിലെ കല്ലായി മാറുന്നത്. ഈ പിത്താശയത്തിൽ കല്ലുള്ള എല്ലാവർക്കും അതിൻ്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. നിങ്ങളിപ്പോൾ ഒരു സ്ഥിരമായി ചെക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലത്തിന് വേണ്ടി ചെയ്യുന്ന സ്കാനിൽ പിത്താശയത്തിൽ കല്ലുണ്ടെന്ന് കണ്ടെത്തിയാൽ ഇതിന് നമ്മൾ അസിംറ്റമാറ്റിക് ഗോൾ സ്റ്റോൺസ് എന്ന് പറയും. ഈ കേസിൽ സർജറിയുടെ ആവശ്യമില്ല. എങ്കിൽ എപ്പോഴൊക്കെയാണ് സർജറി ആവശ്യമായി വരുന്നതെന്ന് നോക്കിയാൽ ഇതിൽ ആദ്യം പറയാനുള്ളത് സിംറ്റമാറ്റിക് ഗോൾ സ്റ്റോൺസ് ആണ്. അതായത് പിത്താശയത്തിലെ കല്ല് കൊണ്ടുണ്ടാകുന്ന വയറുവേദന. ഇത് സാധാരണ വയറിൻ്റെ വലതുവശത്തെ മുകളിലായാണ് കാണുന്നത്. ഇത് പിന്നീട് വലത് തോളിലേക്കോ പുറകിലോട്ടോ ഒക്കെ പടരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് കൊഴുപ്പുള്ള ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇതുണ്ടാവുക. ഇതിൻ്റെ കൂടെ ഓക്കാനം വരിക, ഛർദ്ദിക്കാൻ തോന്നുക, അല്ലെങ്കിൽ ദഹനക്കുറവ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിന് സർജറി ആവശ്യമായി വരാം. രണ്ടാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ പിത്തസഞ്ചിയിൽ വരുന്ന ഇൻഫെക്ഷൻസ് ആണ്. ഇതിന് നമ്മൾ കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കേസിലും സർജറി ആവശ്യമായിട്ട് വരാം. മൂന്നാമതായിട്ട് നമ്മുടെ ഈ പിത്താശയത്തിലെ കല്ലുകൊണ്ടുണ്ടാകുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് സാധാരണ നമ്മുടെ ബൈൽ ജ്യൂസ് പിത്തസഞ്ചിയിൽ നിന്നൊരു ട്യൂബ് വഴിയാണ് ചെറുകുടലിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ ബൈൽ ജ്യൂസിൻ്റെ കൂടെ ഈ സ്റ്റോണും ആ ട്യൂബിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആ ട്യൂബ് ബ്ലോക്ക് ആവുകയും ചെയ്താൽ ഇത് പാൻക്രിയാറ്റൈറ്റിസ്, അതുപോലെ മഞ്ഞപ്പിത്തം പോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിലും അവർക്ക് സർജറി ആവശ്യമായിട്ട് വരാം. നാലാമത്തെ റീസൺ നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ സ്റ്റോണിൻ്റെ സൈസ് 3 സെൻറ്റിമീറ്ററിലധികമാണെങ്കിൽ, അതുപോലെ ഈ പോർസലൈൻ ഗോൾ ബ്ലാഡർ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസിൽ ഇത് പിന്നീട് പിത്തസഞ്ചിയുടെ ക്യാൻസറായി മാറാൻ ഒരു 10% സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിലും സർജറി ആവശ്യമായിട്ട് വരാം. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കൂടുതൽ അറിവിനായി ഫോളോ ചെയ്യുക.